ഹായ് ഹലോ വെൽക്കം ടു വൺ. സോ ഗേറ്റ് 2025 നോട്ടിഫിക്കേഷൻ വന്നു. അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്, ഫോട്ടോഗ്രാഫ് അല്ലേ, അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സിൽ. അപ്പോൾ അതിനൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് അവർ അപ്രൂവ് ചെയ്യില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് അവർ ഇത്ര സ്പെസിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഫോട്ടോഗ്രാഫ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ബേസിക്കലി ഒരു നല്ല ക്വാളിറ്റി കളർ ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. അതിൻ്റെ സൈസ് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 3.5 സെൻറ്റിമീറ്റർ വിഡ്ത്തും 4.5 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആയിരിക്കണം. ഫേസ് ഒരു 60% ഓഫ് അതെന്ന് 60 to 70% ആ ഫോട്ടോഗ്രാഫിൻ്റെ ഉള്ളിൽ തന്നെ വന്ന രീതിയിലാകണം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വൈറ്റ് ആയിരിക്കണം. വേറെ ഒബ്ജക്ട്സോ പേഴ്സൺസോ പാടില്ല. പിന്നെ ഫോട്ടോഗ്രാഫിയിൽ അതിൻ്റെ വ്യൂവിൽ എന്താ, കണ്ണ്, ചെവി, മൂക്ക്, ലിപ്പ് എല്ലാ കാര്യങ്ങളും ഉണ്ടാവണം. വേറെ ഹാറ്റോ സൺഗ്ലാസസോ വെച്ചൊന്നും കവർ ചെയ്യാൻ പാടില്ല. പിന്നെ JPG ഫോർമാറ്റ് ആയിരിക്കണം. മിനിമം ആസ്പെക്ട് റേഷ്യോയുടെ കേസ് അവർ പറയുന്നുണ്ട് 0.89. ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഫേസ് മസ്റ്റ് കവർ എന്താ 60 to 70% ഓഫ് ഇമേജിൽ കവർ ചെയ്യണം. മാക്സിമം പിക്സൽ റെസൊല്യൂഷൻ പറഞ്ഞാൽ 530x690 ആണ്. മിനിമം റെസൊല്യൂഷൻ 200x260 ആണ്. ഫയൽ സൈസ് മിനിമം 5 KB ആവണം. മാക്സിമം 1 MB താഴെ ആയിരിക്കണം. അതേപോലെ തന്നെ ഫേസ് എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് വിസിബിൾ ആയിരിക്കണം. വേറെ ക്ലോത്തോ എന്തെങ്കിലും കൊണ്ട് കവർ ചെയ്യാൻ പാടില്ല. ഫോട്ടോഗ്രാഫിലെ സ്പെസിഫിക് ക്രൈറ്റീരിയ പറഞ്ഞേക്കണേ, അല്ലെങ്കിൽ എന്താണ്, റിജക്ഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും റിലീജിയൽ റീസൺസ് കാരണം കവർ ചെയ്യണമെങ്കിലും ബാക്കി ഉള്ള പാട്ട് കാര്യങ്ങളെല്ലാം എന്താ പ്രോപ്പറായിട്ട് കിട്ടണം. സോ അതിൻ്റെ സാമ്പിൾസ് നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഫസ്റ്റ് ഹാഫ് ഇതിൽ കാണിച്ചേക്കുന്ന ഈ ഒരു സെക്ഷനിലുള്ള ഫോട്ടോസാണ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്. ഈ ഒരു കേസുകൾ കൂളിംഗ് ഗ്ലാസ് ആവട്ടെ, ബ്ലറായിട്ടുള്ള ഇമേജ് ആവട്ടെ, ചെറിയ അല്ലെ ഫുൾ സ്പെസിക്കിൽ വരാത്ത രീതിയിൽ ഫുൾ സൈസ് ഇമേജ്, ഹാറ്റ്, മാസ്ക് ഇങ്ങനെയൊന്നും വെച്ചൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് ഇത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഫോട്ടോസ് സെറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അതല്ലെങ്കിൽ റിജക്ഷൻ വരും, പിന്നെയും നമ്മൾ റീ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. സോ ഇതേപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിൽ അടുത്തത് ഇനിയും കാണാം. സോ താങ്ക് യു.